ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. തമിഴ്നാട് ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 27-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടർ പട്ടികയിൽ ഇതുവരെ പേര് ചേർത്തിട്ടില്ലാത്തവർക്ക് ഈ മാസം 25 വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. വോട്ടെടുപ്പിനായി 25,358 ബൂത്തുകളുണ്ടാകും. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജ്ജിതമായി തുടരുന്നു. LDF, UDF, NDA സ്ഥാനാർത്ഥികളും പ്രമുഖ നേതാക്കളും മണ്ഡലങ്ങളിൽ സജീവ പര്യടനം തുടരുകയാണ്. ഏപ്രിൽ 26-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഈ മാസം 28-ന് പുറപ്പെടുവിക്കും. തിരുവനന്തപുരത്ത് യുവ ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് മെഡിക്കൽ കോളേജിലെ ബിരുദാനന്തര പഠനം തുടരാൻ അനുവദിച്ച സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സമർപ്പിച്ച അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. റുവൈസിനെതിരെയുള്ള അച്ചടക്ക നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാധ്യമങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന സമീപനം തിരുത്തണമെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. തിരുവനന്തപുരത്ത് നിയമസഭാ മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് വഴങ്ങി മാധ്യമങ്ങൾക്ക് മേലുണ്ടാകുന്ന സമ്മർദ്ദത്തിന് മാധ്യമപ്രവർത്തകരും വിധേയരാകുന്നു. ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് മാധ്യമങ്ങൾ തയ്യാറാകേണ്ടതെന്നും സ്പീക്കർ പറഞ്ഞു. പറ്റ്നയിൽ നടക്കുന്ന അണ്ടർ 17 ജൂനിയർ അത്ലറ്റിക് മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതിനുള്ള മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടത്താൻ മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ നിന്ന് 69 കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കണ്ണൂർ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് മേഖലയിൽ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ 3-ാം ദിവസവും തുടരുന്നു. അടയ്ക്കാത്തോട് ടൌൺ പരിധിയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ നാളെ വൈകിട്ട് 5 മണിവരെ നീട്ടി. ലോക വദനാരോഗ്യ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് തിരുവനന്തപുരം ഫോർട്ട് താലൂക്ക് ആശുപത്രിയിൽ നിർവഹിച്ചു. ഡിജിറ്റൽ ദന്താരോഗ്യ ബോധവൽക്കരണ പരിപാടിയായ ദന്തകിരണിന്റെ ലോഗോ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീടുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ ആരംഭിച്ചു. 12D അപേക്ഷാ ഫോം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത്. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ 7ാം ഉത്സവം 22 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൊണ്ടാടി. ഗജരാജൻ തൃക്കടവൂർ ശിവരാജു തിരുനക്കര അപ്പന്റെ തങ്കത്തിടമ്പ് എഴുന്നള്ളിച്ചു. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളത്തിന് പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാർ നേതൃത്വം നൽകി. കുടുംബസംബന്ധമായ പരാതികൾ കൂടി വരികയാണെന്നും ആലപ്പുഴയിൽ നടത്തിയ ജില്ലാ അദാലത്തിൽ വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണി പറഞ്ഞു. കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനാൽ കുടുംബാംഗങ്ങൾ തമ്മിലും വ്യക്തികൾ തമ്മിലും സാമൂഹികമായ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞു. കേരള യൂത്ത് പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ വേനലിൽ പക്ഷികൾക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയുള്ള തണ്ണീർക്കുടം പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ തുടക്കമായി. രാജ്യാന്തര കുരുവി ദിനത്തിന്റെ ഭാഗമായി ആരംഭിച്ച പരിപാടി മറ്റന്നാൾ വരെ നീണ്ടുനിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ വിജിൽ മൊബൈൽ ആപ്ലിക്കേഷനിൽ എറണാകുളം ജില്ലയിൽ ഇതുവരെ ലഭിച്ചത് 293 പരാതികൾ. ഇതിൽ 281 പരാതികൾ പരിഹരിച്ചു. സംസ്ഥാനത്ത് കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനാൽ 10 ജില്ലകളിൽ പ്രഖ്യാപിച്ച മഞ്ഞ ജാഗ്രത നാളെ വരെ തുടരും. പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും അനുഭവപ്പെടും. കോട്ടയം, തൃശൂർ ജില്ലകളിൽ 37 ഡിഗ്രിയും തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 36 ഡിഗ്രിയുമാണ് താപനില. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.